പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തിയ പരസ്യ പ്രതികരണത്തിൽ സസ്പെൻഡ് ചെയ്ത നടപടി DCC പ്രസിഡന്റിന്റെ പക്വതയില്ലായ്മയാണ് എന്ന് ലാലി ജെയിംസ്. ഇരുട്ടിന്റെ മറവിലെടുത്ത നടപടി സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. തിരിച്ചെടുത്തില്ലെങ്കിലും കോൺഗ്രസുകാരിയായി തന്നെ തുടരും. അതിന് കോൺഗ്രസിന്റെ അംഗത്വം ആവശ്യമില്ല. CPM-ലേക്കോ BJP-യിലേക്കോ ഇല്ല എന്നും ലാലി മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കി. വലിയ പൊട്ടിത്തെറിയാണ് മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ കോർപ്പറേഷനിലുണ്ടായത്. എന്നോടൊപ്പം ഇപ്പോൾ ലാലി ജെയിംസ് ആണുള്ളത്. ഇന്നലെ സസ്പെൻഷൻ നടപടികൾ രാത്രിയാണ് KPCC-യുടേതായി പുറത്തു വന്നത്. സസ്പെൻഷൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ. സസ്പെൻഷൻ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അതുകണ്ട് ഓടാനും പേടിക്കാനും അയ്യോ എന്നെ സസ്പെൻഡ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരയാനൊന്നും ഞാൻ ആളല്ല. അത് പാർട്ടിയുടെ തീരുമാനമാണ്. അത് പക്ഷേ അതിലും എനിക്കൊരു പക്വതക്കുറവ് DCC പ്രസിഡൻ്റെയോ KPCC പ്രസിഡൻ്റെയോ ആയാലും ഇങ്ങനെയല്ല. നമുക്ക് വെളിച്ചത്തിൽ ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ അറിയിച്ചില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കൊന്നുമില്ലല്ലോ. ഇന്ന് രാവിലെ ആദ്യം ഒരു കാരണം കാണിക്കൽ നോട്ടീസ്, എന്തുകൊണ്ട് പ്രതികരിച്ചു, എന്താണ് ലാലിക്കുള്ള സംശയങ്ങൾ, എവിടെയൊക്കെയാണ് ലാലി കേട്ടത് എന്ന് ചോദിക്കാനുള്ള ഒരു മര്യാദ അവരും കാണിക്കേണ്ടതല്ലേ. കേട്ടത് ശരിയാണോ എന്ന് പോലും ചോദിച്ചു. ശരിയാണോ എന്ന് പോലും എന്നോട് ചോദിച്ചില്ല. രാത്രി തന്നെ ഇത്ര ധൃതിപ്പെട്ട് തിരക്കടിച്ച് ഒരു സസ്പെൻഷൻ തരുമ്പോൾ എൻ്റെ വായടപ്പിക്കാനും എന്നെ ഭയപ്പെടുത്താനും ഒക്കെയുള്ള ആയുധമായിട്ടാണ് കാണുന്നതെങ്കിൽ അങ്ങനെ ഭയപ്പെട്ട് ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊരു പാർട്ടിയിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തന്നെ ജീവിച്ചു മരിക്കും. ഈ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇന്നും ഉറച്ചു നിൽക്കുന്നു. അതിൽ ഇപ്പോൾ ഒരു അനീതി കേട്ടു. ആ അനീതി ഞാൻ പുറത്തു പറഞ്ഞു. അത് എൻ്റെ സ്വഭാവം അനുസരിച്ച് ചില അപ്രിയ സത്യങ്ങൾ കേട്ടാൽ അത് പുറത്തു പറയുക തന്നെ. ചിലത് മൂടി വയ്ക്കും പലരും. ഞാൻ മൂടി വയ്ക്കാത്ത ഒരാളാണ്. അത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിലെ 10 വർഷത്തെ മാത്രം ചരിത്രമെടുത്താൽ മതി. ഈ കോർപ്പറേഷൻ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അനേകം തരത്തിലുള്ള സമരങ്ങളുണ്ടായിട്ടും ഒരു വനിതാ നേതാവ് എന്ന നിലയിൽ ഞങ്ങളെ കാണാൻ പോലും വന്നവരാണോ ഇവർ? അതുകൊണ്ട് ഇവരുടെ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് ഏത് തലത്തിലാണ് എത്തി നിൽക്കുന്നത്? ഡോക്ടർ എന്ന നിലയിൽ അവർ മെൻസ്ട്രൽ കപ്പ് കൊണ്ടുവന്നു, ഭർത്താവിന് പ്രസവം കാണിക്കാൻ കയറ്റിയതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളോട് കൂടെ എത്രമാത്രം നിലകൊണ്ട വ്യക്തിയാണ്. ഇവിടെ അവരെ പരിഗണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നേക്കാളും പരിഗണിക്കുന്നത്, അവരെക്കാളും പരിഗണിക്കുന്നത് അഡ്വക്കേറ്റ് സുബി ബാബുവിനെയാണ്. കാരണം 4 തവണ കൗൺസിലർ, ഡെപ്യൂട്ടി മേയർ, DCC ജനറൽ സെക്രട്ടറി, KPCC മെമ്പർ, അവരാണോ ഇവരാണോ പരിഗണനയ്ക്ക് ഏറ്റവും അർഹരായവർ? അപ്പോൾ ഒരു വ്യക്തിയെ പരിഗണിക്കണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങൾ അതിൽ ഉൾപ്പെടുത്താമെന്ന് നിശ്ചയിക്കുന്നതും നേതാക്കൾ തന്നെയാണ്. ഒരാളെ അവസാനിപ്പിക്കണമെങ്കിൽ അതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അവരാ. അപ്പോൾ മുറിവേറ്റ ഹൃദയങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. നടപടി എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയാം? ഇപ്പോൾ ഒരു നടപടി എന്ന് പറയാൻ പറ്റില്ലേ. ഇനി ലാലി ജെയിംസ് ഈ പാർട്ടിയിൽ വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് നോക്കാം. കോൺഗ്രസ്സുകാരിയായി തന്നെ നിലനിൽക്കാൻ തന്നെയാണ് ലാലി ജെയിംസിന്റെ തീരുമാനം. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.